ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് നേരുന്നു കേട്ടോ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാക്കുകളും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഐറ്റംസും ഒക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുന്നതോടൊപ്പം നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യമാണ് മോർണിംഗ് ഹെയർ കെയറും അതുപോലെ തന്നെ നൈറ്റ് ഹെയർ കെയറും എന്നുള്ളത്. കാരണം നമ്മൾ മുടി നോക്കാതിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എത്രത്തോളം മുടി വളർത്തിയെടുത്താലും അത് ഹെൽത്തി ആവില്ല. അത് മാത്രമല്ല അത് അധികം അങ്ങനെ നിൽക്കാതെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മുടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാനൊരു നൈറ്റ് ഹെയർ കെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇന്ന് ഷെയർ ചെയ്യുന്നത് മോർണിംഗിൽ നമ്മൾ ഹെയറിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഒന്ന് രണ്ട് കാര്യമാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്ന് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ നൈറ്റ് ഹെയർ ഒന്ന് കെയർ ചെയ്തിട്ടാണ് കിടന്നുറങ്ങണത് അല്ലേ. മുടിയൊക്കെ കെട്ട് കളഞ്ഞ് അതുപോലെ തന്നെ എന്തെങ്കിലും സിറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്, ഡ്രൈ ഹെയർ ഉള്ളവർ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ മുടിയിൽ കെട്ടൊന്നും അധികം അങ്ങനെ ഉണ്ടാവില്ല. അത് മാത്രമല്ല നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം പണി ഉണ്ടാവില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ. ഫസ്റ്റ് തന്നെ ചെയ്ത് കൊടുക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ പിന്നി ഇട്ടിട്ടാണ് കിടക്കുന്നതെങ്കിലും അല്ലെങ്കിൽ അതുപോലെ മുടി വെറുതെ ഇങ്ങനെ മുകളിൽ കെട്ടി വെച്ചിട്ടാണ് കിടക്കുന്നതെങ്കിലും അത് ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് അഴിച്ചിടുക. അഴിച്ചിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ചീർപ്പ് ഉപയോഗിച്ചിട്ട്, എന്തായാലും ചെറിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതേപോലെ പല്ല് അകന്നിട്ടുള്ളൊരു ചീപ്പ് എടുത്തിട്ട് നമ്മളുടെ ഹെയർ ഒന്ന് ഈരി കൊടുക്കുക. ഈ ഈരി കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കാൽപ്പിൽ ഓൾറെഡി നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം തലേദിവസം ഓയിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിലാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട് യാതൊരു മാർഗ്ഗമില്ല നമ്മൾ കോംബ് ചെയ്യുന്നതല്ലാതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കും മുടിയുടെ അറ്റം വരെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ എത്തിയിട്ട് ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്ന് കോംബ് ചെയ്തെടുക്കുക. നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാജിങ്. മുടി വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ മസാജിങ് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് സ്കാൽപ്പ് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. നല്ല രീതിയിൽ മുടി വളരാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നല്ല നീളം വെക്കാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം നമ്മളുടെ മുടി വളരുന്ന സ്റ്റാർട്ടിങ് ഇവിടെയാണല്ലോ. അപ്പം ഇത് ഹെയർ വളരുന്ന ആ ഒരു ഫോളിക്കിൾസ് എന്തെങ്കിലും വന്നിട്ടിങ്ങനെ അടഞ്ഞിരിക്കുകയോ അല്ല നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത് വഴി അവിടുത്തെ തടസ്സമൊക്കെ നീങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുവഴി തന്നെ മുടി വളരാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉപകാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് എങ്കിലും ഇതേപോലെ നമ്മുടെ കൈവിരൽ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് തലയോട്ടി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നേരെ നിന്ന് ഇങ്ങനെ മസാജ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി എഫക്റ്റാണ് നമ്മളിങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട്, അതായത് മുടിയെല്ലാം ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തും തലയോട്ടിയുടെ എല്ലാ ഭാഗത്തും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു 5 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കെട്ടി വെച്ചിട്ട്, പിന്നെ നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പം ആർക്കും അങ്ങനെ ടൈമൊന്നും ഉണ്ടായിന്ന് വരില്ല. കാരണം അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടാവും, മക്കളെ സ്കൂളിൽ വിടണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏകദേശം ഒരു 10 മണിയോട് കൂടിയെങ്കിലും നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് സമയം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മസാജ് ചെയ്യാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ സിറവോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉണങ്ങാനും കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യും.
ചില ആളുകൾ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഹെയർ വാഷ് ചെയ്യുന്നവരുണ്ട്, ഡെയിലി വാഷ് ചെയ്യുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മളത് ഈ ഒരു കാര്യം, അതായത് ഹെയർ കെയർ, മോർണിംഗ് ഹെയർ കെയർ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ കുളിക്കുന്നത്, അപ്പോൾ രാവിലെ ഇത് ചെയ്തു കൊടുക്കുക. അതുപോലെ നമ്മൾ മുടി കഴുകാത്ത ദിവസമാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹെയർ ഗ്രോത്തിൻ്റെ വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം കൂടി നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ ഹെയർ ഗ്രോത്ത് വാട്ടറിൻ്റെ 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ കറിവേപ്പിലയുടെ വെള്ളം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ പേരയിലയുടെ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കാൽപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഒരുപാട് ഇങ്ങനെ കോരി നനയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്കാൽപ്പിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഉണങ്ങാനായിട്ട് വിടുക. എന്നിട്ട് നമുക്ക് കെട്ടിവെക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണമെല്ലാം നമ്മളുടെ സ്കാൽപ്പ് വലിച്ചെടുത്തിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ മുടി കഴുകുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നൈറ്റ് ഇതുപോലെ തന്നെ ഒരു ഹെയർ കെയറും കൂടെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 2 മന്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കാം. മുടി വളരുന്നുണ്ടെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടും നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. മുടിക്ക് നല്ലൊരു മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.